എപ്പിസോഡിലേക്ക് സ്വാഗതം. ഞാൻ പറഞ്ഞു പഠിപ്പിച്ചേക്കുമായിരുന്നു, പക്ഷെ ടൈമിങ് തെറ്റിപ്പോയി. കുഴപ്പമില്ല. ഞാനിപ്പോ ഉള്ളത് മൗറീഷ്യസിലാണ്. റയാനും ഞാനും കൂടെ ചുമ്മാ മഴയത്തൊരു റെയിനി റൈഡിന് ഇറങ്ങിയേക്കാണ്. ഇത്ര നേരം വെയിലായിരുന്നു, അതിന് മുന്നേ വെയില് മാറിയിട്ട് മഴയും പെയ്ത്. അപ്പൊ ഞാൻ പറഞ്ഞ് കൂർക്കന്റെ കല്യാണാണെന്ന്. That's what I'm telling, you know, the Fox marriage. Before now it's just rain. Before it's sun and rain. Yeah. മഴയും വെയിലും വന്നാൽ കുറുക്കന്റെ കല്യാണം നമ്മൾ പറയില്ല. അതെല്ലാം ഞാൻ പഠിപ്പിച്ചു കൊടുക്കുന്നത്. ഇവന്റെ അവിടെ അവൻ കണ്ടോന്നും ഞാൻ കണ്ടിട്ടില്ല. ഞാൻ ചെറുപ്പത്തിൽ കണ്ട കാര്യങ്ങളൊന്നും അവനും കണ്ടിട്ടില്ല. അതാണ് സംഭവം. നമ്മൾ ചുമ്മാ ഇങ്ങനെ ഡ്രൈവ് ചെയ്ത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോവാണ്. അപ്പോൾ ആക്ച്വലി ഇപ്പോൾ ഒരു വൈകുന്നേരം ഒരു 4 മണി ആയിട്ടുണ്ട്. ഇന്ന് ഫുള്ള് റെസ്റ്റ് എടുത്തു, എവിടെയും പോയില്ല. ഇവൻ പറഞ്ഞ് ഇത്രയും ദിവസം കറങ്ങിയപ്പോൾ ടയർഡായി, അപ്പോൾ അതുകൊണ്ട് റെസ്റ്റ് എടുക്കാമെന്ന് പറഞ്ഞു. എനിക്കാണെങ്കിൽ എല്ലാ ദിവസവും ട്രാവൽ ചെയ്ത് ശീലമായി, അതുകൊണ്ട് കുഴപ്പമില്ല. പക്ഷെ അവനത് ശീലമില്ലാത്തതുകൊണ്ട് ഭയങ്കര ടയർഡാന്ന് പറഞ്ഞു. ഓക്കെ എന്ന് പറഞ്ഞ് അങ്ങനെ ഇപ്പം ആക്ച്വലി പിന്നെ വേറെ കാര്യമുണ്ട്. നമ്മളെ തക്കുണ്ട ഉണ്ടല്ലോ, തക്കുണ്ടേനെ എടുക്കാൻ വേണ്ടിയിട്ട് പോവാണ് നമ്മളുടെ ആഫ്രിക്കക്കാരൻ. അപ്പോൾ എടുക്കാൻ വേണ്ടി അവൻ്റെ അടുത്തേക്ക് പോകാൻ നമുക്കൊരു 1 hour ഡ്രൈവ് ഉണ്ട്. ഇവൻ്റെ വീടും ഞാൻ താമസിക്കുന്നതൊക്കെ ഒരേ സ്ഥലത്ത് തന്നെയാണ്. അപ്പോൾ തക്കുണ്ടേനെല്ലാം കളക്ട് ചെയ്തിട്ട് ഇന്ന് ഇവർ രണ്ടുപേരും എൻ്റെ കൂടെയാണ് താമസിക്കുന്നത്. കാരണം നാളെ രാവിലെ നമുക്ക് ഒരു 7 മണിയാകുമ്പോൾ ഇറങ്ങണം. നാളെ ഞാനൊരു ഐലൻഡ് ട്രിപ്പ് ബുക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ തക്കുണ്ടയ്ക്കും ഇവനും ഞാൻ ബുക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിന് പോകണമെന്നുണ്ടെങ്കിൽ ഓരോരുത്തർ ഓരോ സ്ഥലത്ത് സ്റ്റേ ചെയ്ത് കഴിഞ്ഞാൽ നടക്കില്ല. അപ്പോൾ ഇവൻ്റെ എല്ലാം വണ്ടി ഉള്ളത്, വണ്ടി എടുത്തിട്ട് നമ്മൾ ഡ്രൈവ് ചെയ്തിട്ട് 7 മണിക്ക് വേറെ ഏതൊരു സ്ഥലത്ത് എത്തണം. അങ്ങനെ 8 മണിക്ക് നമ്മൾ ബോട്ടിലേക്ക് കയറും. പിന്നെ അങ്ങനെ ഓരോ സ്ഥലത്തേക്ക് കാണാൻ വേണ്ടി പോകണം. അപ്പോൾ ഇന്ന് കംപ്ലീറ്റ് റെസ്റ്റ് എടുത്ത് ഇന്ന് നേരത്തെ ഉറങ്ങണം എന്ന് ഞാൻ ഇവരുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. നേരത്തെ ഉറങ്ങിയിട്ടില്ലെങ്കിൽ പാടാം. ഇവിടെ വെതർ ഇങ്ങനെ പെട്ടെന്ന് ചേഞ്ച് ആവും കേട്ടോ. ഇപ്പോൾ മഴ ഉണ്ട്, ഇനി കുറച്ച് കഴിയുമ്പോൾ ചിലപ്പോൾ നല്ല വെയിലായിരിക്കും. മഴേൻ്റെ ഒരു അംശം പോലും കാണാൻ പറ്റില്ല. പക്ഷെ ഈ രാജ്യം എല്ലാവർക്കും ഇഷ്ടപ്പെടും. നോക്ക് എത്ര ക്ലീനും അടിപൊളിയാ. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. എന്താ പറയുക, ഞാനിങ്ങനെ ഭയങ്കര ഹോണസ്റ്റ് ആയിട്ടുള്ള റിവ്യൂ ആണ് ഓരോ രാജ്യത്തെ പറ്റിയും പറയാറ്. ഇവിടെ ഞാൻ രാജ്യത്തെ പറ്റി പറയണ്ടല്ലോ, നിങ്ങൾക്ക് കണ്ടിട്ട് വേണമെങ്കിൽ മനസ്സിലാക്കാമല്ലോ ഇതെങ്ങനെയാണ് ഇരിക്കുന്നത് എന്നുള്ളത്. അതാണ് ശരിക്കും പറഞ്ഞാൽ എങ്ങനെയാണെന്നുള്ളത് നമുക്ക് കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും. ഗുഡ് മോർണിംഗ്. ഇന്നലെ നമ്മൾ തക്കുണ്ടേനെ എല്ലാം എടുക്കാൻ പോയി. അത് കഴിഞ്ഞിട്ട് പിന്നെ അറിയാലോ ഇവരുടെ കൂടെ കൂടിക്കഴിഞ്ഞാൽ പിന്നെ കള്ളുകൂടിയാണ്. അപ്പം അതുകൊണ്ട് പിന്നെ ഞാൻ പിന്നെ വീഡിയോ ഒന്നും എടുത്തില്ല. അതെ തക്കുണ്ട മോർണിംഗ്. ഇന്നലെ നമ്മൾ ഒരുമിച്ച് അവിടെ വീട്ടിലാണ് താമസിച്ചത്. അവിടെ 3 റൂമെല്ലാം ഉണ്ട് കേട്ടോ സ്റ്റേ ചെയ്യാനായിട്ട്. അപ്പോൾ ഇതാ രാവിലെ തന്നെ അവര് ഓക്കെ സോസേജ് റോൾ എന്തോ കഴിക്കുന്നത്. എനിക്ക് വേണ്ട, എനിക്ക് എണീച്ച പാടെ കഴിച്ചങ്ങനെ ശീലമല്ല. അപ്പോൾ സോസേജ് റോളൊന്നും എനിക്ക് തീരെ പറ്റില്ല. സ്വീറ്റ് അത്രയും കൂടെ പറ്റില്ല രാവിലെ എണീക്കുമ്പോൾ. എനിക്ക് അവിടെ ആ ഒരു മെനുവിലുള്ളതിൽ ആകെ ഇഷ്ടമുള്ള ഹോട്ട് ചോക്ലേറ്റ്, പക്ഷെ അതും കഴിക്കാൻ ഒരു മൂടില്ല. അപ്പോൾ അവർ രണ്ടുപേരും കോഫി പറഞ്ഞിട്ടുണ്ട്, ഞാനൊന്നും പറഞ്ഞിട്ടില്ല. ഓൺ ദ വേയിൽ മേ ബി എന്തെങ്കിലും കഴിക്കാൻ തോന്നുകയാണെങ്കിൽ കഴിക്കുക, അല്ലാണ്ട് ഇപ്പം എന്താക്കാൻ എനിക്കൊന്നും തോന്നില്ല. ഈ ഡ്രസ്സാണ് ഞാൻ പുതിയതായിട്ട് മേടിച്ചിട്ടുണ്ടായിരുന്നത്. കഴിഞ്ഞ ദിവസം ഞാൻ ആ ഒരു മാർക്കറ്റിൽ പോയിട്ട് മേടിച്ചു കേട്ടോ. ഇത് വൈറ്റും രണ്ടും മാച്ചിങ് ആയിട്ട് അങ്ങനെ ഒന്ന് മേടിച്ച്. സോ നമ്മൾ ഒരു ഐലൻഡ് ട്രിപ്പിന് വേണ്ടിയിട്ട് പോവാണ്. രാവിലെ തന്നെ ഒരു സണ്ണൊന്നും വന്നിട്ടില്ല, കുറച്ചൊരു ക്ലൗഡി ആയിട്ടൊക്കെയാണ് ഉള്ളത്. നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ആക്ച്വലി ഒരു 1 hour ഡ്രൈവ്, ഒരു 1 hour അല്ല, ഓൾമോസ്റ്റ് 1.5 hour ഡ്രൈവ് ഉണ്ടെന്ന് തോന്നുന്നു. ഏകദേശം 55 കിലോമീറ്ററോ എന്തോ ഉണ്ടായിരുന്നു കേട്ടോ. രാവിലെ തന്നെ ചെറിയ ട്രാഫിക് ഒക്കെ ഉണ്ട് ഇതുവഴി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. ഇവിടെ എവിടെ പോയാലും ഒരേപോലെ തന്നെയാണ്. ഈ വഴി മുന്നേ പോയ പോലെ തോന്നും, പക്ഷേ ഈ വഴി മുന്നേ പോയിട്ടുണ്ടാവില്ല. അങ്ങനെയാണ്. സോ കുറച്ച് ലേറ്റ് ആയിട്ട് നമ്മൾ നേരത്തെ ഇറങ്ങുകയൊക്കെ ചെയ്തു. പിന്നെ ഇവർക്ക് കോഫി കുടിക്കാൻ വേണ്ടി കയറിയപ്പോൾ ലേറ്റായി. സോ നമ്മളെത്തുമ്പോൾ കുറച്ച് ലേറ്റ് ആവും തോന്നുന്നുണ്ട് കേട്ടോ. അറിയില്ല, എനിക്ക് ഉറക്കം വരുന്നുണ്ട്. എൻ്റെ ഉറക്കം ശരിയായിട്ടില്ല. നേരത്തെ എണീച്ച് ശീലമില്ലല്ലോ. I'm not a morning person. You also? Yeah. What about you? I'm not a morning person. But you go for job, right? Yeah. At what time? I have to wake up at 5 a.m. every day. You go 5 a.m.? Wake up at 5. Oh, wake up at 5? Mm-hmm. Then what time you go for job? I go at like 7. Yeah, 7. Then I get there around about 8:30. I don't miss that. We will sleep like 5. നമുക്ക് ആലോചിക്കാൻ പോലും പറ്റില്ല. അവനും ഞാനും ഒരേപോലെ. We're almost same. We sleep late, we wake up late. You know why? You are not doing anything. For me, just relax travel. So, not in a rush. എനിക്ക് എല്ലാ ദിവസവും അങ്ങനെ പ്രത്യേകിച്ചൊരു ടൈം ഒന്നുമില്ല. എപ്പോൾ എണീക്കുന്നത് അപ്പോൾ ട്രാവൽ ചെയ്യുക, അതാണ്. അതുകൊണ്ടാണ് എനിക്കും അങ്ങനെ. ഇപ്പോൾ കഴിഞ്ഞ ദിവസമൊക്കെ ഇവിടെയുള്ള ആൾക്കാർ സൺറൈസ് കാണാനൊക്കെ വിളിച്ചിട്ടുണ്ടായിരുന്നു. എന്നെ കൊണ്ട് പോകാൻ പറ്റൂല. കാരണം എന്താ, രാവിലെ
റോഡിലൂടെ പോകുന്ന പോലെ തന്നെ നമുക്ക് തോന്നും. പിന്നെ ഇവിടുത്തെ എല്ലാ സംഭവവും നമുക്ക് ഇന്ത്യൻ്റെ ഭയങ്കര സിമിലാരിറ്റി തോന്നും. കാരണം ഇവിടെ റുപ്പീസാണ്, പിന്നെ ഇന്ത്യൻ ഓയിൽ ഉണ്ട്. അതൊക്കെ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. വരുന്ന വഴിക്കല്ല നമ്മൾ പെട്രോൾ അടിക്കുമ്പോൾ അവിടെ പിന്നെ പെട്രോൾ അടിക്കാൻ പോയപ്പോൾ അവിടെ കാർഡ് എടുക്കില്ല എന്നിട്ട് നമ്മൾ പോകുന്നത് കാണുന്നു. നമ്മളെ നാട്ടിലിങ്ങനെ നെല്ലൊക്കെ കാണൂലേ, പാലക്കാടൊക്കെ ആണെങ്കിൽ അതുപോലെയാണ് ഇവിടെ കരിമ്പിന്റെ സീസൺ ആയിട്ടില്ല. 6 മാസം 7 മാസം കൂടുമ്പോൾ കണ്ട സീസൺ മാറുള്ളൂ. അപ്പൊ അതുകൊണ്ട് ഇവിടെ ഫുള്ളിങ്ങനെ ജസ്റ്റ് ഇങ്ങനെ തുടങ്ങിയിട്ടുള്ളൂ. കണ്ടോ, സീനറ്റിക് റോഡ് എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടാ. നല്ല രസമുണ്ട്. കാരണം ഫുള്ള് ഗ്രീനറി ഇഷ്ടമുള്ളവർക്ക് അടിപൊളിയാണ്. എനിക്ക് ഇഷ്ടം അതിങ്ങനെ ഈ ഗ്രീൻ ആയിട്ട് ഇങ്ങനെ എല്ലാവിടെയും കാണാനായിട്ട്. പച്ചപ്പ് ഗ്രീനറി. He was asking last time what I'm saying in പച്ചപ്പ്. What is പച്ചപ്പ്? ഞാൻ ഇങ്ങനെ കഴിഞ്ഞ ദിവസം എല്ലാം വീഡിയോ എടുത്തപ്പോ ഇവിടെ എല്ലാം പച്ചപ്പാന്ന് പറഞ്ഞു. അപ്പൊ അവൻ ചോദിക്കുന്നു എൻ്റെ അടുത്ത് എന്താണ് ഈ പച്ചപ്പ്. ഞാൻ മലയാളത്തിൽ പറയുന്ന ഓരോ കാര്യവും ഞാൻ അവന് പറഞ്ഞു കൊടുക്കണം, എന്താണ് ഏതാണ് എങ്ങനെയാന്നുള്ളത്. നമ്മളിത് അവിടെ ബോട്ടിൽ കയറിയിട്ടുണ്ട്. നമ്മളിങ്ങനെ ഓരോ ഐലൻഡിലേക്ക് പോകാനായിട്ട് ബോട്ടിൽ പോകുമ്പോൾ നല്ല സ്പീഡാണ്, നല്ല കാറ്റുമാണ്. എൻ്റെ മുടിയെല്ലാം ഇങ്ങനെ പറന്നുകൊണ്ടിരിക്കുന്നത് കാറ്റ് കാരണം. പിന്നീടാണ് ഞാൻ വോയിസ് ഓവർ ചെയ്യുന്നത്, അല്ലെങ്കിൽ ഒന്നും സംസാരിക്കാൻ പറ്റൂല, അത്ര കാറ്റാണ്. മൈക്കാണെങ്കിൽ എൻ്റെ കയ്യിലില്ല. മൈക്ക് ഉണ്ടായിരുന്നെങ്കിൽ കുഴപ്പമുണ്ടായിരുന്നില്ല. എന്താ നോക്ക്, ഭയങ്കര കാറ്റാ, മുടി പറക്കുന്നത് കണ്ടോ. നമ്മളിതാ ബോട്ടിൽ ഇങ്ങനെ വന്നിട്ട് ഇതായിപ്പോ ജസ്റ്റ് കളർ കണ്ടോ, കളർ നിങ്ങൾക്ക് കാണാൻ പറ്റേ ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ്. ആ ഒരു ബാക്കിലെ മൗണ്ടെയിൻസ് എല്ലാം ആയിട്ട് നോക്ക്, ഭയങ്കര ഡാർക്ക് ബ്ലൂ, അവിടെ ലൈറ്റ് ബ്ലൂ, ഇവിടെ ക്ലിയർ ആയിട്ട് കാണാൻ പറ്റുന്നത്. എനിക്ക് തോന്നുന്നു ഇവിടെ ഭയങ്കര ആഴം കുറവാണ് കേട്ടോ. ഒരുത്തിനപ്പോഴേക്കും ഡ്രസ്സ് ഊരിയിട്ട് ചാടാൻ വേണ്ടിയിട്ട് ആയിട്ടില്ല, ചാടാനായിട്ട്. വെള്ളം കണ്ട അപ്പ ചാടുന്നവന്. നോക്കുന്നുണ്ട് ഇവിടെ നല്ല ക്രിസ്റ്റൽ ക്ലിയർ ആണ്. നോക്ക് അവിടെ, സോ ബ്യൂട്ടിഫുൾ ആക്ച്വലി. ഇവിടെ നമ്മൾ ഫസ്റ്റ് സ്ഥലത്ത് എത്തിയിട്ടുണ്ട് കേട്ടോ. നമ്മളിവിടെ ഇറങ്ങിയിട്ട് അവിടേക്ക് എക്സ്പ്ലോർ ചെയ്തിട്ട് അടുത്ത സ്ഥലത്തേക്ക് പോകും. നമ്മള് സ്ലിപ്പേഴ്സ് കയ്യിൽ അവിടെ 2 ഇതുണ്ടായി, അത് ഞാൻ കണ്ടില്ല. എൻ്റെ കാല് ഇവിടെ കോറൽസ് ആണ് കേട്ടോ. നോക്കി നടന്നില്ലെങ്കിൽ കാലൊക്കെ ഇതാവും. നല്ല തണുത്ത വെള്ളം, അടിപൊളി, നല്ല ക്രിസ്റ്റൽ ക്ലിയർ വെള്ളമാണ് കേട്ടാ. നോക്ക്, എങ്ങോട്ടോ പോകുന്നത്, എന്താണ് ഏതാണെന്നൊന്നും എനിക്കറിയില്ല കേട്ടാ. അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. നല്ല കാറ്റൊക്കെ ആയിട്ട് അടിപൊളി, നല്ല സിനിമ. ബാക്കിലേക്ക് നോക്ക്, പല കളേഴ്സാണ് അവിടെ കാണുന്നത്. ഇതുവഴി നടക്കുമ്പോണ്ടല്ല ശരിക്കും നല്ല വേദന എടുക്കുന്നുണ്ട്, നടക്കാനും ബുദ്ധിമുട്ടാണ്. എന്താ കോറൽസാണ്, കോറൽസ് കൊണ്ടിട്ടൊരു ഭയങ്കര ബുദ്ധിമുട്ട്. ചെരുപ്പിട്ട് കഴിഞ്ഞാൽ വെള്ളത്തിലൂടെ നടക്കാനും പറ്റില്ല, അതാണ് പ്രശ്നം. നല്ല ടാസ്ക്കാണ് കേട്ടോ. ഞാൻ ഇവിടുത്തെ ഒരു ലോക്കൽ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അതിൻ്റെ പേരറിയില്ല. ചിക്കൻ റോൾ പോലെയൊക്കെ ഉണ്ടാവും, പൊറോട്ട പോലത്തെ സാധനം, അങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇതൊരു എന്താ പറയുക, ലൈറ്റ് ഹൗസ് ആണ്. നമ്മുടെ ഫസ്റ്റ് വേൾഡ് വാറിൻ്റെ സെക്കൻഡ് വേൾഡ് വാറിൻ്റെ ടൈമിലൊക്കെ എന്തോ ഉണ്ടാക്കിയ എന്തോ സംഭവമാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതായത് പ്ലേസ് കൊള്ളാം, ബ്യൂട്ടിഫുള്ളാണ്. ഭയങ്കര കാറ്റാണ്, വീഡിയോന് ക്ലാരിറ്റി ഉണ്ടാവില്ല കാരണം ഭയങ്കര കാറ്റ്. എൻ്റെ കയ്യിൽ മൈക്കില്ല. ഇവിടെ എല്ലാം നടക്കുമ്പോൾ സൂക്ഷിച്ച് നടക്കണം കേട്ടോ. കണ്ടോ നോക്ക്, നമ്മളെപ്പോൾ വേണമെങ്കിൽ ഇങ്ങനെ വീണ് പോകും. നല്ല ഹെവി തിരമാലയെല്ലാം അടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. സാധാരണ ഇങ്ങനെ ഇത്രയും വേവ്സ് ഉണ്ടാവാറില്ല, ഇവിടെ നല്ല വേവ്സ് ഉണ്ട്. ഞാനിങ്ങനെ അവിടെ സൂക്ഷിച്ച് നോക്കാം കേട്ടോ. അവിടെ എന്തോ ഒരു കറുത്ത കളറിൽ ഇങ്ങനെ കുത്തി കിടക്കുന്നത്. എന്താ അത്? കുറേ നേരമായി ഞാനത് നോക്കി നിൽക്കുന്നു കേട്ടാ. കണ്ടിട്ട് എനിക്ക് മനസ്സിലാവുന്നില്ല എന്താ അത്. നോക്കി കണ്ട കറുത്ത 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 കുത്തുകൾ. നമുക്ക് വേണമെങ്കിൽ താഴേക്ക് ഇറങ്ങി പോവാട്ടാ. യാ, ഐ ആം കമ്മിങ്. യാ, വഴി കുറച്ച് സീനാണ്, നോക്കി പുള്ളിട്ടാണ്. ഏത് വഴിക്കാണ് പോയത്? ഞാൻ പോണോ താഴത്തേക്ക്? ഇവിടെ നല്ല വഴിയുണ്ട് കേട്ടോ. ഞാൻ നല്ല വഴി കണ്ടുപിടിച്ച്, അതുവഴി എന്തിനാ കഷ്ടപ്പെട്ട് പോകുന്നു. ഇവിടെ സിമ്പിളായിട്ടുള്ള വഴിയുണ്ട്, കൂളായിട്ടുള്ള വഴി. നിങ്ങൾക്ക് താഴത്തേക്ക് ഇറങ്ങി പോവാൻ വേണ്ട, ഈസി ആയിട്ട് ഇറങ്ങി പോവാ. അവർ ഡിഫിക്കൽട്ടായിട്ടുള്ള ഏതോ വഴി ചാടിയൊക്കെ ഇറങ്ങുന്നുണ്ടായി. തക്കുണ്ട വീഴാൻ പോയിട്ട് തക്കുണ്ടേനെ ഇവൻ എടുക്കുന്നുണ്ടായി. വേണ്ട, ഇത് സിമ്പിൾ വഴി. വേറെ ആൾക്കാരൊക്കെയും താഴത്തേക്ക് ഇറങ്ങി പോകുന്നുണ്ട്.
വേഗം പോകൂ കുട്ടി, നല്ല വഴിയാണല്ലോ. ഇവിടെ താഴത്തേക്ക് ഇറങ്ങുമ്പോൾ നല്ല പോലെ ശ്രദ്ധിക്കുക, കാരണം നല്ല ഷാർപ്പാണ്. എവിടെയെങ്കിലും തട്ടിക്കഴിഞ്ഞാൽ മുറിയും, നല്ല പോലെ മുറിയും. തട്ടിയാലോ വീണാലോ കംപ്ലീറ്റ് മുറിയും കേട്ടോ. അതുകൊണ്ട് സൂക്ഷിച്ച് വരണം, ഉറപ്പായി സൂക്ഷിച്ചു വരണം. എന്നെയാണ് സാധാ ഒരു സാൻഡൽ വെച്ചിട്ടാണ് ഞാൻ പോയിക്കൊണ്ടിരിക്കുന്നത് കേട്ടാ. നല്ല പോലെ വേവ്സ് അടിക്കുന്നുണ്ട് കേട്ടോ. നോക്ക്, ഭയങ്കര വേവ്സ് ആണ് അടിക്കുന്നത് കേട്ടാ. നോക്കി പോയില്ലെങ്കിൽ സീനാണ്. വേവ്സ് ഇങ്ങോട്ട് കയറി കയറി വരുന്നുണ്ട്. അത് കണ്ട ഫുൾ ടൈം കള്ളു പിടിച്ചുകൊണ്ടാണ് നടക്കുന്നത്. ടേക്ക് കെയർ. കണ്ട സീനാണ്. ക്രാക്സ് ഇവിടെ എന്തൊക്കെയോ സാധനങ്ങൾ ഉണ്ടായിരുന്നു, അതൊക്കെ പോയി. ടേക്ക് കെയർ, ടേക്ക് കെയർ, ഇറ്റ്സ് ഷാർപ്പ്. ഏതൊക്കെയോ വഴിയിലൂടെ കേറി വരുന്നു. ഓ ഇറ്റ്സ് റിസ്കി. താഴേക്ക് പോ. അയ്യോ, ടേക്ക് കെയർ. അവൻ കേറുന്നുണ്ട്, എനിക്കാണ് ടെൻഷൻ. I'm not studying, I'm traveling. You study what? ഇതെല്ലാം മൗറീഷ്യസിലെ ആൾക്കാരെ നമ്മുടെ ബോട്ടിലുള്ളവരാണ് കേട്ടോ. അവരൊക്കെ നല്ല ഫ്രണ്ട്ലിയാണ്, നമ്മളോടൊക്കെ സംസാരിക്കുക. നമ്മൾ എന്താ ചെയ്യുന്നത്, നമ്മൾ എവിടുന്ന. എന്നെ കാണാൻ മൗറീഷ്യസിനെ പോലെ, മൗറീഷ്യസിലെ ആളെ പോലെ ഉണ്ട്. തക്കുണ്ടനെ കാണാനുണ്ട്, ഇവ സ്പെഷ്യലാന്നൊക്കെ പറയുന്നുണ്ട്. കാരണം മൗറീഷ്യസ് എന്ന് പറയുമ്പോൾ ഹാഫ് ആഫ്രിക്കൻ ഹാഫ് ഇന്ത്യനാണ്. ഞാൻ ഇന്ത്യനും അവന് ആഫ്രിക്കൻ അല്ലേ. ഇവൻ ഓസ്ട്രേലിയയിലായതുകൊണ്ട് വേറെ ലുക്കുള്ളത്. ബോട്ടിൽ പോയിക്കൊണ്ടിരിക്കുമ്പോൾ കള്ളു കുടിച്ചു കഴിഞ്ഞാലുള്ള അവസ്ഥ ഇതാണ് കേട്ടോ. അതെ, ഇവനിവിടെ ബിയർ കുടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ നോക്ക്, അവർ എന്തോ ലിക്കർ കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. എത്ര സ്പീഡിലാണ് ബോട്ട് പോകണമെന്നറിയോ? അതിലൊഴിച്ച് കഴിഞ്ഞാൽ മൊത്തം പോവും. കണ്ട ആളെ ഒഴിച്ച് കുടിക്കാൻ വേണ്ടി നോക്കുക. കുടിക്കുമ്പോൾ പകുതി പുറത്താണ് പോകുന്നത്, കുടിക്കാൻ പറ്റുന്നില്ല ആൾക്ക്. ഇവിടെ ഇതിന്ന് എടുത്ത് ചാടാൻ പോവാട്ടോ. ബാക്കിൽ നിന്നൊക്കെ ബാക്കിലേക്ക് ബ്ലാക്ക് ഫ്ലിപ്പോ എന്തോ ചെയ്യാനൊക്കെ പോകുന്നത്. കാണുമ്പോൾ ആഴില്ലാന്ന് തോന്നും, പക്ഷെ നല്ല ആഴുണ്ട് കേട്ടാ. നോക്കിയിട്ട് എവിടെ പോയി. ഇതാ വെള്ളം കണ്ട അവനിതാ. കാരണം അവൻ ഓസ്ട്രേലിയക്കാരനാണ്. അവൻ്റെ നാട്ടിലെ ചുറ്റും വെള്ളമാണ്. അവൻ താമസിക്കുന്നത് ഫുള്ളും വെള്ളത്തിലാണ്. അതുകൊണ്ട് കുഴപ്പമില്ല. അത് ആഴമുണ്ട് കേട്ടോ. പക്ഷെ ആഴം കാണുമ്പോൾ നമുക്ക് മനസ്സിലാവൂല. അതായത് ഇത് നമുക്ക് എന്തോ ചെയ്തിട്ട് എന്തൊക്കെ ചെയ്യാൻ പറ്റും. അപ്പം ഞാൻ അത് ബുക്ക് ചെയ്തിട്ടുണ്ട്. ഒരാൾക്ക് ഞാൻ ബുക്ക് ചെയ്തിട്ടില്ല, ഇവർക്ക് രണ്ടുപേർക്കും ബുക്ക് ചെയ്തിട്ടില്ല. ഈ ട്രിപ്പ് ഞാനാണ് ഇവർക്ക് സ്പോൺസർ ചെയ്യുന്നത്. ലൈക്ക് 2 ട്രിപ്പും, ലൈക്ക് ഈ ഒരു ഐലൻഡ് ട്രിപ്പ്. പക്ഷേ തലയിൽ ഇങ്ങനെ എന്തോ ഇട്ട് ഹെൽമെറ്റ് പോലത്തെ ഒരു സാധനം കിട്ടി നമ്മൾ വെള്ളത്തിന് അടിയിൽ പോകും. ഇവിടെ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ട് ഈ സാധനങ്ങൾ കാണാനുണ്ട്. പക്ഷെ അടിയിൽ പോയി കഴിഞ്ഞാൽ കൂടുതൽ കാണാൻ പറ്റും കേട്ടോ. ഓക്സിജൻ എന്തൊക്കെ വെച്ചിട്ടാണത് കയറുന്നത്. അവിടെ ഒക്കെ നിറയെ കളർഫുൾ ആയിട്ടുള്ള മീനുണ്ട്. ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിരിക്കും തോന്നുന്നു അടിയിലേക്ക് പോകുമ്പോൾ. ഓ എന്ത് രസമാണ്. യു ആർ നോട്ട് ജമ്പിങ്? അത് കണ്ട ചാടി ഉല്ലാസിക്കുന്നത്. ഓക്കെ, അത് നല്ല ഡീപ്പാണ് കേട്ടോ. പക്ഷെ കാണുമ്പോൾ നമുക്ക് തോന്നും ഓക്കെ അടിഭാഗം വരെ കാണുന്നത് ഡീപ്പല്ലാന്ന്. പക്ഷെ നല്ല ഡീപ്പാണ്. നല്ല ഒടുക്കത്ത് ഉപ്പ് വെള്ളാണേ. ഏതാണ്ട് സീ കുക്കുംബറൊക്കെ പിടിച്ചിട്ട് വന്നേക്കുന്നത്. അവൻ പോയി പിടിച്ചിട്ട് വന്നതാണ് കേട്ടാ. അവന് ഇവിടെ നമുക്ക് നീന്താൻ അറിയാമെങ്കിൽ സ്നോർക്കലിംഗ് ചെയ്യാം. ആ സ്നോർക്കലിംഗ് ചെയ്യുന്നതിന്റെ സാധനം നമുക്ക് തരും, പോയിട്ട് ചെയ്യും. ഇവൻ നീന്താൻ അറിയാം, എന്നിട്ടും മടിയായിട്ട് അവൻ പോകുന്നില്ലേ മീനൊക്കെ പിടിക്കാൻ പോകുന്നവൻ. കണ്ടാ, ഓ അടിപൊളിയായിരിക്കും. സ്നോർക്കലിംഗിന്റെ ആ സാധനം ഇട്ട് കഴിഞ്ഞാൽ എല്ലാം ക്ലിയർ ആയിട്ട് കാണാൻ പറ്റും. കണ്ടോ, ഇവിടെ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള മീനുകളാണ്. എത്ര മീനുകളാണ് നമുക്ക്, പല പല കളറുള്ള മീനുകൾ കേട്ടോ. അടിയിലേക്ക് പോയി കഴിഞ്ഞാൽ കാണാൻ പറ്റും. ഞാൻ അവരുടെ അത് കഴിഞ്ഞിട്ട് വേണം എനിക്ക് അടിയിലേക്ക് പോകാൻ. നമുക്ക് ഓക്സിജനൊക്കെ അവർ തരും. അങ്ങനെ സ്ക്യൂബ ഡൈവിങ് ചെയ്യുന്ന പോലെ തന്നെയാണ് ഞാൻ ചെയ്യാൻ പോണ സംഭവം. എന്താണ് അണ്ടർ വാട്ടർ വാക്കിങ്ങോ അങ്ങനെ എന്തോ ആണ് പറഞ്ഞത്, എന്താണെന്നറിയില്ല. എനിക്ക് ഓൾറെഡി പേടിയാണ്, പക്ഷെ സീനില്ല. ഇപ്പം എക്സൈറ്റഡ് ആയതുകൊണ്ട് വലിയ കുഴപ്പമുണ്ടാവില്ല. സ്ക്യൂബൊക്കെ ചെയ്യുമ്പോൾ എനിക്ക് ഭയങ്കര പേടിയായിരുന്നു. കണ്ടോ എത്ര മീനാ നമുക്ക്, കുറേ മീൻ വന്നേക്കുന്നു. വാവ്, സോ ഗുഡ്. എല്ലാത്തിനെയും പിടിക്കണം. എന്ത് രസാ. വാവ് വാവ്. ഒരു പെൺകുട്ടി പുള്ളിക്കാരിയും ചാടിയിട്ടുണ്ട് കേട്ടാ. മൗറീഷ്യസിലുള്ളവരാണ്, നമ്മുടെ കൂടെ ഉള്ളവർ മൊത്തം മൗറീഷ്യസിലുള്ളവരാ. അവന്റെ അഭ്യാസം നോക്ക്. ഒരു കൈയിൽ ബിയർ, ഒരു കൈ കൊണ്ട് അവൻ നീന്തി തുടിക്കുന്നു. നല്ല ആഴുണ്ട് കേട്ടാ. നല്ല പോലെ നീന്താൻ അറിയാത്തവർക്ക് ചെയ്യാൻ പറ്റൂല. അവന് നല്ല പോലെ നീന്താൻ അറിയാം, അതുകൊണ്ട് കുഴപ്പമില്ല. കണ്ടാ, ഞാനിതാ കാലിൽ ഒരു സാധനം ഇട്ടിട്ടുണ്ട് കേട്ടാ. നമ്മളെ ബ്രീഫ് ചെയ്ത് തരും. ഹായ്, ഹൗ ആർ യു? Yeah. Okay, I make a small briefing what to do inside the water. The first one, at the back of the boat, you go by 3 steps down. When you go 3 steps down, one guy puts his helmet to your left shoulder. Yeah. Okay, when the helmet touches your shoulder, you have to leave the ladder. One guy to go down inside the water. When you
go down, don't sit, don't jump. Only stand there, you hold your helmet. Okay? I have to Inside. hold my helmet. No, no. You hold this one. Tight. But I can take this. It's okay. But I can hold only one. You give me, I'll take Okay. your... Okay. Okay. Yeah. Okay? But You when can- the down, you Yes. can give me this, right? Inside the helmet, you can talk. Any passenger talk to you. Yeah, You are hand to communicate inside. This one. This one is okay. This problem. No problem. This is emergency. Emergency case. Up. 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 Okay? Okay. Problem. Problem. Okay. Okay, I make you happy with this one. നോക്കിതേ എന്തൊക്കെയോ സാധനമൊക്കെ ഇട്ടിരുന്നുണ്ട്. സ്ക്യൂബ ഡൈവിംഗ് ഒക്കെ പോലെ തന്നെയാന്ന് തോന്നുന്നുണ്ട് കേട്ടോ. ഭയങ്കര ഹെവി ആയിട്ടുള്ള സാധനം അവർ ഇട്ടേക്കുന്നത്. വെയിറ്റ് എല്ലാം അയ്യോ എന്താവും എന്തോ പേടിയാവുന്നുണ്ട് കേട്ടോ ശരിക്കും. പക്ഷെ എക്സൈറ്റഡ് ആണ്. തലയിൽ ഹെൽമെറ്റ് പോലത്തെ ഒരു സാധനം ഇട്ടത് വെള്ളത്തിലേക്ക് അങ്ങ് അവർ മുക്കി താഴ്ത്തും കേട്ടോ. നമുക്ക് നോർമലാണ്. സാധാരണ സ്കൂബ ഡൈവിംഗ് ഒക്കെ ചെയ്യുന്ന സമയത്ത് ഭയങ്കര പേടി തോന്നും. വെള്ളം പേടിയുള്ള ആളുകൾക്ക് എനിക്ക് ഭയങ്കര പേടി തോന്നാറുണ്ട്. പക്ഷേ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കുഴപ്പമില്ല. ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അണ്ടർ വാട്ടർ സീ വാക്കിംഗ് ആണ്. ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള മീനുകളൊക്കെ കണ്ടിട്ട് നമുക്കിങ്ങനെ നടക്കാം. നമ്മളെ മേൽ വെയിറ്റൊക്കെ കെട്ടി വെച്ചുകൊണ്ട് തന്നെ നമുക്ക് നടക്കാൻ പറ്റും. അങ്ങനെ പ്രശ്നമൊന്നുമില്ല. കോറൽസൊക്കെ ഉള്ളതുകൊണ്ട് കാല് മുറിയാതിരിക്കാൻ വേണ്ടിയിട്ട് അതിന് പറ്റിയിട്ടുള്ളൊരു വെള്ളത്തിൽ നടക്കുന്ന ചെരുപ്പും നമുക്ക് തന്നിട്ടുണ്ട്. നമുക്ക് ഭയങ്കര രസമാണ് കേട്ടോ. നമുക്കറിയില്ല, നോർമലായിട്ട് തോന്നും. എന്തോരം ഫിഷാണ് നമുക്ക്. പലതരത്തിലുള്ള ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഫിഷാണ് വരുന്നത്. അതിന് കഴിക്കാൻ വേണ്ടിയിട്ട് ബ്രെഡാണ് കൊടുക്കുന്നത്. ബ്രെഡ് കൊടുത്തു കഴിഞ്ഞപ്പോൾ എല്ലാം കൂടെ വന്നേക്കുവാ. വാവ്, ഭയങ്കര അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു. നോക്ക് എൻ്റെ അമ്മോ, സ്നോർക്ലിങ്ങിന് പോയതിലേക്കാട്ടിലും രസമായിരുന്നു. സ്നോർക്ലിങ്ങിന് പോകുമ്പോൾ ഇതേപോലെയൊക്കെ തന്നെ നമുക്ക് വരും. പക്ഷെ അതിനെക്കാട്ടിലും ഒരു കാരണം നമ്മൾ ഒരു ഏറ്റവും ഇതിൻ്റെ ഭൂമിൻ്റെ അടിയിൽ പോയി നിൽക്കുന്ന ഒരു ഫീല്. നമ്മളിങ്ങനെ കാല് കുത്തിയിട്ട് നിൽക്കുന്നുണ്ടല്ലോ. സ്കൂബയ്ക്ക് പോകുമ്പോഴും ചില സമയത്ത് നമുക്കിങ്ങനെ നടക്കാൻ പറ്റും. പക്ഷെ ചില സമയത്ത് നമ്മൾ നടക്കുന്നില്ല. മോസ്റ്റ്ലി നമ്മളിങ്ങനെ വെള്ളത്തിൽ തന്നെ പൊങ്ങിക്കിടക്കുന്നതായിരിക്കും. എന്തോരം മീനാണെന്ന് നോക്ക്. ഇതിപ്പോൾ ഈ ഒരു ടൈപ്പ് മീനാണ് ഫുള്ള് വന്നിട്ടുള്ളത്. കുറേ ബ്ലൂ കളർ മീനുണ്ട്, യെല്ലോ കളർ മീനുണ്ട്, ബ്ലാക്ക് കളറുണ്ട്. ഇതിപ്പോൾ ഓരോ ഏരിയയിൽ ഓരോ മീനായിരിക്കും ഉണ്ടാവുക. കണ്ടോ, ഈ കളറിൽ മോസ്റ്റ്ലി വെള്ളയും ബ്ലാക്കും ആയിട്ടുള്ള കുറേ മീനുകളാണ്. കണ്ടോ, അവിടെയൊക്കെ കാണുന്ന കുറേ കോറൽസാണ്. നമുക്കിങ്ങനെ നടന്ന് കാണാൻ പറ്റും. ഭയങ്കര അടിപൊളി എക്സ്പീരിയൻസ് ആണ്. കാരണം എന്താ വെച്ചാൽ സ്ക്യൂബൊക്കെ ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്താ പറയുക, സൗണ്ട് നമുക്ക് ഭയങ്കര ഒരു ഇതുണ്ടാവും. ഭയങ്കര ശ്വാസം കിട്ടാൻ വേണ്ടിയിട്ട് ഭയങ്കര ബുദ്ധിമുട്ട് പോലെയൊക്കെ തോന്നും. പക്ഷെ ഇതെന്ന് പറഞ്ഞാൽ ഭയങ്കര നോർമലാണ്. നമുക്ക് ഫുള്ള് ഭയങ്കര അടിപൊളിയാണ്. ഒന്നാലോചിച്ചൊക്കെ എല്ലാ മീനും നമ്മളെ മേലൊക്കെ വന്ന് തട്ടും, നമ്മളെ ഉമ്മ വെക്കും, നമ്മളെ കെട്ടിപ്പിടിക്കും മീനുകൾ. എൻ്റെ മുഖം കാണുമ്പോഴേ നിങ്ങൾക്ക് മനസ്സിലാവും ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് ആ മീനുകളൊക്കെ ഇങ്ങനെ പിടിക്കാൻ വേണ്ടിയിട്ട് പോവാണ് കേട്ടോ. അതിങ്ങനെ പോകുമ്പോൾ ഭയങ്കര നൈസ് എക്സ്പീരിയൻസ് ആണ്. കാരണം തല മാത്രം നനയുന്നില്ല, ബാക്കി മൊത്തം നമ്മളിങ്ങനെ നമ്മളെ മേലിങ്ങനെ വെള്ളവും നനഞ്ഞ് ഭയങ്കര അടിപൊളിയാണ്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഇത് നോക്ക്, ഒരു കൂട്ടം മീനാണ് കേട്ടോ. ഇത് വേറെ ടൈപ്പ് മീനാണ്. അങ്ങനെ പ്രത്യേകിച്ചൊരു കളറൊന്നുമില്ല, ഒരു ഗ്രേ കളറിലാണ്. കണ്ടോ, അതിൻ്റെ മുകളിൽ കാണുന്ന മീനല്ല കേട്ടോ, അത് ബോട്ടെങ്ങാണ്ട. ബോട്ടിൻ്റെ എന്തോ സംഭവം കാണുന്നത്. നമുക്കിങ്ങനെ നടക്കുമ്പോൾ തന്നെ നമ്മളിങ്ങനെ ഫ്ലൈ ചെയ്യുന്നൊരു ഫീലും ഉണ്ടാവും. എത്ര മീനാ! എല്ലാത്തിനും ഇങ്ങനെ പൊരിച്ച് തിന്നാൻ തോന്നുന്നുണ്ട്. എനിക്ക് മീനിനെ കണ്ടു കഴിഞ്ഞാൽ അപ്പം തിന്നാൻ തോന്നും. കളറിലായാലും രസമുള്ള മീനായാലും. വേറെ ഏതോ വേൾഡാണ്. ശരിക്കും എനിക്ക് വെള്ളം പേടിയില്ലായിരുന്നെങ്കിൽ വെള്ളത്തിലുള്ള എത്രയോ കാര്യങ്ങൾ അടിപൊളിയായിട്ട് എക്സ്പീരിയൻസ് ചെയ്യായിരുന്നു കേട്ടോ. ഇങ്ങനെ കൈയാക്കാൻ പറയുന്നത് അവർ ഓക്കെ അല്ലേ എന്ന് ചോദിക്കുന്നതാണ് കേട്ടോ. ഓക്കെ ആണെന്ന് പറയുന്നതിന് കൈ ഇങ്ങനെ ആക്കുന്നത്, അത് അവരുടെ അടുത്ത് അങ്ങനെ പറഞ്ഞിട്ടാക്കിയിട്ടുള്ളത്. ഇതൊക്കെ കാണാതെ നമ്മൾ മരിച്ചു പോയി കഴിഞ്ഞാൽ എന്താ ത്രില്ലുണ്ടെന്നറിയോ? സത്യം, എപ്പോഴെങ്കിലുമൊക്കെ യാത്രകൾ ചെയ്യണം. എപ്പോഴെങ്കിലും ഒരു വർഷത്തിൽ ഒരു വട്ടെങ്കിലും എങ്ങോട്ടെങ്കിലൊക്കെ യാത്ര ചെയ്യണം. അപ്പോൾ നമ്മൾ മാറും, നമ്മുടെ ചിന്താഗതി മാറും, ഒരുപാട് ആളുകളെ കാണും. അത് ഇന്ത്യയിൽ തന്നെ എവിടെയെങ്കിലൊക്കെ പോയാൽ മതി, അപ്പം തന്നെ നമുക്ക് ഒരുപാട് മാറ്റങ്ങളുണ്ടാവും. എന്ത് രസമാണ് നോക്ക്. ഇതൊക്കെ കാണുമ്പോൾ നിങ്ങൾക്ക് ശരിക്കും ഇതുപോലെ കാണാൻ തോന്നില്ലേ? ഭയങ്കര അടിപൊളിയാണ്. നീല കളർ വെള്ളം, അത് ഓരോ സ്ഥലത്ത് ചിലപ്പോൾ ഡാർക്ക് നീല, ചിലപ്പോൾ ലൈറ്റ് നീല, അങ്ങനെയൊക്കെയാണ്. എനിക്കിങ്ങനെ എന്തൊക്കെയോ ചെയ്യാൻ തോന്നുക, എക്സൈറ്റ്മെൻ്റ് ആയിട്ട്. ആ മീനിനെ പിടിക്കാനോ നടക്കാനോ നീന്താനോ എന്തൊക്കെയോ തോന്നുന്നുണ്ട് കേട്ടോ. കാരണം വേറെ ഏതോ ഒരു വേൾഡാണ്. കുറേ സമയം ഇങ്ങനെ ഇവിടെ തന്നെ നിൽക്കാൻ തോന്നുന്നുണ്ട്. പക്ഷെ ഇത് ഒരുപാട് സമയമൊന്നും പിന്നെ നമ്മൾ നിൽക്കില്ല. എൻ്റെ കയ്യിലുള്ള ഈ സാധനം ഊരിയെടുക്കുന്ന കണ്ട സേഫായിട്ട് തിരിച്ചെത്തിക്കാമെന്ന് പറഞ്ഞിട്ട് അത് മേടിച്ചുകൊണ്ട് പോയിട്ടാണ്. എൻ്റെ ഗാനയിൽ നിന്ന് കൊണ്ടുവന്നതാണ്. ഗാനാന്ന് എഴുതിയിട്ടുള്ള സാധനം അത് അയാൾ
കൊണ്ടുപോയി. എനിക്ക് നോ പറയാൻ പോലും പറ്റില്ല. കണ്ട പിന്നെ കുഴപ്പമില്ല, എൻ്റെ ഒരുപാട് തിരിച്ചു കയറാൻ വേണ്ടി പോവാണ് കേട്ടോ. കഴിഞ്ഞ് വന്നിട്ടുണ്ട് കേട്ടോ. കഴിഞ്ഞ് കയറിയപ്പോൾ എൻ്റെ അമ്മ എൻ്റെ തലെല്ലാം കറങ്ങി, മൊത്തത്തിൽ കറങ്ങി, ഫുൾ കറങ്ങി. അതെല്ലാം അടിപൊളിയായിരുന്നു. അവിടെ നിന്ന് ഇറങ്ങിയിട്ട് എൻ്റെ കിളി പോയിട്ട് എൻ്റെ അമ്മ കുറേ നേരം കിളി ഉണ്ടായില്ല. പിന്നെ കിളി വന്നു. പിന്നെ ഇപ്പോഴാണ് കിളി വന്നത്, കുറച്ച് നേരത്തെ. അത് കഴിഞ്ഞിട്ട് ഇപ്പം നമ്മളിത് അവിടെ വേറൊരു ഐലൻഡിൽ വന്ന് എത്തിയിട്ടുണ്ട് കേട്ടാ. ഇവിടുന്ന് എനിക്കൊന്ന് ഇനി ഫുഡ് കഴിക്കുകയാണെന്ന്. ഇപ്പം 12:30 ആയിട്ടുണ്ട്. അപ്പം ഫുഡ് കഴിക്കാന്ന് തോന്നുന്നുണ്ട്, അങ്ങനെ എനിക്ക് തോന്നുന്നു. Now we are going to have food. I think so, yeah. Yeah. Food. We're gonna have lunch. Yeah, Seafood lunch. Seafood lunch? Yeah. Seafood, maybe. Count Maybe. me in. Yeah. Favourite? Most probably. മൂത്രമൊഴിക്കാൻ വേണ്ടിയിട്ട് ടോയ്ലറ്റ് ചോദിച്ചതാണ് കേട്ടോ. അപ്പോൾ ഒരു ബുഷിൽ പൊക്കോളാൻ പറഞ്ഞ്. ഇതൊരു ഗോൾഫ് ഇല്ലേ, അത് കളിക്കുന്ന സ്ഥലമാണ് കേട്ടോ. പാമ്പെല്ലാം ഉണ്ടാവോ എന്തോ ബുഷിൽ. അയ്യോ പേടിയാവുന്നുണ്ട് കേട്ടാ. ചേടാ പാമ്പൊന്നും ഉണ്ടാവില്ലായിരിക്കും അല്ലേ. ഞാൻ അവിടെ ചോദിച്ചേ എവിടെ ടോയ്ലറ്റിൽ പോവാന്ന്. അപ്പോൾ ഒരു വെള്ളത്തിൽ പോകാൻ പറഞ്ഞു. പക്ഷെ വെള്ളത്തിലേക്ക് ഇറങ്ങിയപ്പോൾ ഞാൻ പേടിച്ചിട്ട് ഞാൻ മറന്നുപോയി മൂത്രമൊഴിക്കാൻ. ഇവിടെ ഫുഡ് വന്നിട്ടുണ്ട്. ചിക്കൻ ഉണ്ട്, പിന്നെ കുറച്ച് റൈസ്, സാലഡ്. Is that potato? What? The white one is potato. Is it potato? No, it's something different. I don't know. ഇതെന്താന്ന് അറിയില്ല കേട്ടോ. Oh, spicy. ഇതെന്തോ സാധനം എന്താന്ന് അറിയില്ല. ഇത് ചിക്കന്, നല്ല അടിപൊളി ഫിഷ്, സാലഡ്, റൈസ്, ഇതെല്ലാം കൂടാണ് ഫുഡ്. ഇത് അവിടെ ഒക്കെ ഓരോരുത്തർ ഇങ്ങനെ നിന്ന് കഴിക്കുന്നുണ്ട്. അപ്പം നമ്മളിതാ ഇവിടെ നിന്നിട്ട് കഴിക്കാൻ വേണ്ടി പോകും. കഴിച്ചോട്ടെ കേട്ടാ ഞാൻ എങ്ങനെയുണ്ട് എന്നുള്ളത്. കഴിച്ചോട്ടെ. There's How's the bones in fish? the fish, be careful. Oh, there's one with the fish. Yeah, there's bone in the fish. It's good. It's good but really hard meat. Yeah, it's tuna. No, it's blue marlin. It's a tail. It's become big fish. Very big. That's just the tail. Okay. ഇവന്റെ മുകളിൽ കയറി ഇരിക്കാൻ വേണ്ടി പോവാൻ കേട്ടോ ഞാൻ. നോക്കട്ടെ എന്താവും അറിയില്ല. ടേക്ക് കെയർ. ഓക്കെ, വെയിറ്റ് നോട്ട് റെഡി. റെഡി? ഓക്കെ. എൻ്റെ അമ്മോ, put it down. Slowly, don't walk into the water. Don't walk into the water, man. Don't walk into the water. Don't put in the water. തെണ്ടി വെള്ളത്തിലേക്ക് എടുത്ത് നടന്ന് വെള്ളത്തിലേക്ക് കൊണ്ടിട്ടാന്നുണ്ട്. No, don't put in the water. Oh no. No. You're lying. നല്ല രസമുണ്ട്. നമ്മൾ ചെറുപ്പത്തിലെല്ലാം ഇങ്ങനെ പോകൂലേ. എനിക്ക് ഏതെങ്കിലും ഫ്രണ്ട്സിന് അവർക്ക് നമ്മളെ വെയിറ്റ് എല്ലാം എടുക്കാൻ പറ്റുന്ന ഫ്രണ്ട്സാണ്, ഞാൻ അവരെ കൊണ്ട് എടുപ്പിക്കലുണ്ട് കേട്ടാ. കുതിരപ്പുറത്ത് കയറി പോകുന്ന പോലെ ഉണ്ട്. ഫുഡ് ഞാനങ്ങനെ കഴിച്ചില്ല, എനിക്ക് കാര്യമായിട്ട് ഇഷ്ടപ്പെട്ടില്ല. അപ്പം ഞാനിതാ ഇവിടെ ഇത് എന്തോ ജ്യൂസ് ഡെസേർട്ട്. നല്ല വേവ്സ് അടിക്കുന്നുണ്ട്. അപ്പം ഞാൻ നീന്താൻ വേണ്ടി പോവുകയാണ്. അവനെന്നെ നീന്താൻ പഠിപ്പിക്കാമെന്ന് പറഞ്ഞിട്ട് എനിക്ക് പറ്റുന്നില്ല കേട്ടോ, ഭയങ്കര ഉപ്പുവെള്ളവും. പക്ഷെ ഞാനിങ്ങനെ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ് എങ്ങനെ നീന്തുന്നുള്ളത്. അവനോട് ചോദിച്ചുകൊണ്ടിരിക്കുക, വേവ്സ് ആണല്ലോ നല്ല, എന്താ ചെയ്യേണ്ടതെന്നൊക്കെ ഉള്ളത്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് നീന്താൻ, പഠിക്കണം എന്ന് നല്ല ആഗ്രഹമുണ്ട്. ഈ പേടിയുള്ളതുകൊണ്ട് മാത്രം ചെറിയൊരു ബുദ്ധിമുട്ട്. പിന്നെ അവിടെ അധികം ആഴമില്ലാത്തതുകൊണ്ടാണ് ഞാൻ പോകുന്നത്. ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്നു, നീന്തിക്കൊണ്ടിരിക്കുന്നു. അവൻ നീന്തി വായോ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. എങ്ങനെയാണ് നീന്തേണ്ടതെന്നെല്ലാം കൈ കൊണ്ടൊക്കെ കാണിച്ചു തരുവാണ് പ്രോപ്പറായിട്ട്. അവന് പക്ക നല്ല പോലെ നീന്താനായിട്ട് അറിയാം. എന്നിട്ട് കാണിച്ചു തരാം എങ്ങനെയാണ് നീന്തണ്ടേന്ന്.
എന്നെ എടുത്ത് വെള്ളത്തിലേക്ക് ഇട്ട് കിട്ടാ, ഫ്ലിപ്പ് ചെയ്യുന്ന പോലെ അവനെ എടുത്തിട്ട് വെള്ളത്തിലേക്ക് ഇട്ട്. എൻ്റെ മൂക്കിലൊക്കെ വെള്ളം കയറി, മൂക്കിൽ ഇങ്ങനെ തലയിലേക്ക് കയറുന്ന ഒരു സംഭവമില്ലേ, അതാണ് ഫുള്ളായിട്ടുണ്ട്. മൂക്കൊക്കെ എന്തോ പോലെ ആയിട്ടുള്ളത്. അത് ഉപ്പ് വെള്ളമല്ലേ, ഭയങ്കര ഉപ്പ് വെള്ളമാണ്. അത്രയും ഉപ്പ് വെള്ളമാണ് മുകളിലേക്ക് കയറി തലയിലേക്ക് വരെ പോയി എത്തിയത്. വെള്ളത്തിലെല്ലാം താഴെ എടുത്ത് മുക്കി താഴ്ത്തി, എൻ്റെ മൂക്കിലൊക്കെ മൊത്തം വെള്ളം കയറി, മൊത്തം സീനായിട്ടുള്ളത്. അവൻ വീണ്ടും ബിയർ വാങ്ങാൻ പോയി. 6 കേസ് കുടിച്ച് തീർത്ത് ഇനിയും കുടിക്കാൻ പോകുന്നേ. ഞാൻ അവൻ്റെ അടുത്ത് പറഞ്ഞപ്പോൾ അവൻ്റെ ഗ്രാൻഡ് ഫാദറിന് 88 വയസ്സുണ്ട്, എന്നിട്ട് ആൾക്കൊരു കുഴപ്പമില്ലാന്ന്. ഓയ് റയാൻ, did you bought it? Ryan, what? You bought the beer? They don't have it? No, they do. It's 300 a bottle. Oh, why? Very expensive. Fuck. 300. So 300. like €5 for one bottle of beer. Oh, that's a lot. അത് പിന്നെ ഇവിടെ ഐലൻഡിലായോണ്ട് ഇവിടെ ഓൾറെഡി ഇവിടുന്ന് മേടിച്ചിട്ടാണ് നമ്മൾ വന്നിട്ടുണ്ടായിരുന്നത്. എന്ത് രസമാണ് നോക്ക്. ഇതൊന്നും ഒരു ഇതല്ല കേട്ടോ, ജസ്റ്റ് അതിൻ്റെ ഒരു ആൽഗ പോലത്തെ ഒരു സാധനമാണ് ഈ വന്ന് കിടക്കുന്നത്. ഭയങ്കര ക്ലീൻ ആൻഡ് ബ്യൂട്ടിഫുൾ ആണ്, എവിടെ നോക്കിയാലും ബ്യൂട്ടിഫുൾ ആണ്. ഞാൻ ഫുഡ് കഴിച്ചില്ല, അതുകൊണ്ട് തന്നെ എനിക്ക് വിശക്കുന്നുണ്ട്. ഞാൻ ആ ഫിഷ് മാത്രം ഒരു ഇച്ചിരി പേരിന് കഴിച്ചു. ഭയങ്കര സ്വീറ്റാണ് അത്. സ്വീറ്റ് എന്താ ഹണി ചിക്കനും ഹണിയാണ് മൊത്തം. സാലഡിൽ മൊത്തം തേൻ ഒഴിച്ചേക്കാൻ തോന്നുന്നു. മൊത്തത്തിൽ മധുരമായിരുന്നു. അവിടുന്ന് അടുത്തൊരു ഐലൻഡിൽ വന്നിട്ടുണ്ട് കേട്ടാ. നോക്ക്, ഇവിടെ ഇനി എന്താ എന്നൊന്നും എനിക്കറിയില്ല കേട്ടാ. ഇവിടെ കുറേ വെള്ളത്തിലുള്ള കുറേ ആക്ടിവിറ്റീസ് ആണ് കേട്ടോ, അത് മാത്രമാണ് ഇവിടെ കാണുന്നത്. ഹായ്, അവിടെ വ്ലോഗ് ചെയ്യുന്നുണ്ട് ആൾക്കാർ. യാ ദ വ്ലോഗർ. ഡ്രസ്സ് മേടിക്കാം, ഷോപ്പിംഗ്. ജസ്റ്റ് എനിക്ക് തോന്നുന്നു ഇത് ലാസ്റ്റ് സ്ഥലമാണ്. ഇത് കഴിഞ്ഞ് നമ്മൾ തിരിച്ചു പോകുന്നെന്ന് തോന്നണം, എനിക്ക് കറക്റ്റായിട്ട് അറിയില്ല. ഇവിടെ എല്ലാത്തിനും ഒടുക്കത്തെ പൈസയാണേ. ഒടുക്കത്തെ പൈസ എന്ന് പറഞ്ഞാൽ ഒടുക്കത്തെ പൈസ എല്ലാത്തിനും. ഞാനിവിടെ എനിക്ക് ഐസ്ക്രീമാണ് മേടിക്കുന്നത്. ഒരെണ്ണത്തിന് ഇത്രയും പൈസ കേട്ടോ, അതിൻ്റെ ഇരട്ടിയായിരിക്കും അപ്പം നാട്ടിൽ എന്ന് വെച്ചാൽ 500 രൂപയ്ക്ക് ഐസ്ക്രീം. പിന്നെ യൂറോപ്പിലൊക്കെ അത്രയും കൂടുതൽ പൈസ ഉണ്ടാവലുണ്ട് കേട്ടോ. അവൻ വീണ്ടും ബിയറാണ് മേടിച്ചത്. ഇതിന് ഇത്രയും ചെറുതിന് 325 ഒരെണ്ണത്തിന്, എന്ന് വെച്ചാൽ 650 രൂപ ഒരെണ്ണത്തിന്, ഇന്ത്യൻ റുപ്പി. ഇവിടെ ഞാൻ ഐസ്ക്രീം കഴിക്കുന്നു, അവർ ബിയർ അടിച്ചുകൊണ്ടിരിക്കുന്നു. ബിയർ ഞാൻ കുടിച്ചില്ല, ഓൾറെഡി നേരത്തെ എല്ലാം കുടിച്ച കേട്ടോ. നാട്ടിൽ എല്ലാരോടും സംസാരിക്കും. He talked to everyone. I know, right? Yeah. Yeah. He's a celebrity. ആരെ കണ്ടാലും സംസാരിക്കും. It's your first beer? This is my first beer of the day, and I still haven't opened it. Yeah, still opened it. That tells you about my What about in Ryan? Ryan, let's just say Ryan is a petrol tank when it comes to beer. He runs on beer. I think he started from the morning, like the big one. This is, show me. This is the small one. He was drinking. He was drinking I think the double size. The double size. Yeah. Like already finished 6. From last night up until today. Wow. Last 6 days. Last 6 days. 6 days. Yeah. Last 6 days he had, I don't know, I can't even count. Yeah, like that. Yeah. Please pray for him. ഇവിടെ നമ്മളെല്ലാരും വട വലിക്കാൻ പോവാണ് കേട്ടോ. എനിക്ക് വീഡിയോ എടുക്കണം. I'm also coming. ഇവിടെ വാശിയേറിയ പോരാട്ടത്തിലാണ്, വടംവലിയാണ് കേട്ടോ. നോക്ക്, അങ്ങോട്ട് വലിക്കുന്നു ഇങ്ങോട്ട് വലിക്കുന്നു. അറിയാനൊക്കെ വലിക്കുന്നുണ്ടോ? തക്കൊണ്ടല്ല എന്താ ചെയ്യുന്നതെന്ന് തന്നെ അറിയില്ല. ഞാനാണെങ്കിൽ എങ്ങനെ വലിക്കണ്ടെന്ന് തന്നെ എനിക്കറിയില്ല. ഞാനിങ്ങനെ വീഴുക, സൈഡിലേക്ക് ഇങ്ങനെ വീണുകൊണ്ടിരിക്കുക. നമുക്ക് ബാക്കിൽ ഞങ്ങളുടെ ടീം ഭയങ്കര മോശമാണ് കേട്ടോ. റൈറ്റിലുള്ള ഞങ്ങളുടെ ടീം, ലെഫ്റ്റിലുള്ള അവരുടെ ടീം എല്ലാവരും ഭയങ്കര സ്ട്രോങ് ആയിട്ടാണ് വലിക്കുന്നത്. ഇവിടെ ബാക്കിലുള്ളവരും ഫ്രണ്ടിലുള്ളവരൊക്കെ അതൊക്കെയാ. സ്റ്റാർട്ടിങ്ങിൽ ഞങ്ങളിങ്ങനെ വന്നു, അതിന് ശേഷം അങ്ങോട്ടാണ് പോകുന്നത്. എന്താവും എന്നറിയില്ല. മിക്കവാറും നമ്മൾ തോൽക്കാനാണ് സാധ്യത. കണ്ട, നമ്മളുടെ എല്ലാവരും പകുതി പിടി വിടുന്നുള്ള, ബാക്കിൽ നിൽക്കുന്നവരൊക്കെ ജസ്റ്റ് പിടിച്ചിട്ടേ ഉള്ളൂ, വലിക്കുന്നൊന്നുമില്ല. അപ്പുറത്തുള്ളവർ ഭയങ്കര സ്ട്രോങ് ആയിട്ടാണ് ഉള്ളത്. അതുകൊണ്ട് നമ്മൾ എന്തായാലും തോൽക്കും. ദേ പോണ്, അവരെന്നെ ഉണ്ടോ. ഓ, എന്ത് വലിയ അവര് വലിക്കുന്നത്. സീനാണ്, എന്നെക്കൊണ്ടൊന്നും പറ്റില്ല. ഞാനൊക്കെ അങ്ങോട്ട് പോണ്. അയ്യോ, നോക്ക്. Allez
അങ്ങനെ we are the losers. Loser. Squad over here. Yeah, but we tried our maximum. You see? It's not our fault. Look at my hand. Red ആയിട്ടുണ്ട്. അവന്റെ റെഡ് ആയിട്ടുണ്ട് കണ്ടാ. പക്ഷേ It's not our fault. There was some faults at the back there. yeah. So yeah. അതുകൊണ്ടാണ് നമ്മൾ ഇവൻ പിന്നെ കടന്ന് വലിച്ചിട്ടാ. അതുകൊണ്ടാണ് രക്ഷപ്പെട്ടത്. അവന്റെ മേലൊക്കെ ചുമന്നിരിക്കുന്നുണ്ട്. Nice video emotions. Yeah, yes, nice one. Look at him. You see? From the rope. ഇങ്ങനെ ആയിട്ടുണ്ട്. ഫുള്ള് ചുമന്നിരിക്കണം. അവൻ വലിക്കായിരുന്നു. You are the reason to win. Idiot. ഇവൻ അപ്പുറത്തെ സൈഡിലായിരുന്നു. തേങ്ങ. ഒരു റൗണ്ട് കൂടെ പോവാണ്. ഇതില് ആകെ ഒരു പെണ്ണ് മാത്രമേ ഉള്ളൂ. വേറെ ഇല്ല. ഫുൾ ആമ്പിള്ളേരാണ് കേട്ടാ. നോക്കി നോക്കാം. ഇവരൊക്കെ സ്ട്രോങ് ആയിട്ടുണ്ട്. പറയാൻ പറ്റില്ല ആരാണ് സ്ട്രോങ് എന്ന് ശരിക്കും പറഞ്ഞാൽ. നമ്മളെ ബോഡി ഒന്നും കണ്ടിട്ട് മനസ്സിലാക്കാനൊന്നും പറ്റൂല. ലെറ്റ്സ് സീ ആര് ജയിക്കുന്നുള്ള കേട്ടാ. ഭയങ്കര അടിപൊളി വ്യൂ ആണ്. പടംവലിയും ഈ ഒരു വ്യൂ ആയിട്ട് കേട്ടാ. നൈസാണ്. ദേ വലിക്കുന്നു. ഓ ആര് ജയിക്കും? അവരാണ് ലാസ്റ്റ് ജയിച്ചത്. ഞാൻ ഈ സൈഡായിരുന്നു ഞാൻ തോറ്റത്. വീണ്ടും അവരാണ് ജയിക്കുന്നതെന്ന് തോന്നുന്നു. ആ റയാന്റെ എല്ലാം വലി കണ്ടാ. ഫുള്ള് സീനാ. ഇവരൊക്കെ ദേ പോണ്. തക്കുണ്ടെല്ലാം ഇപ്പൊ വീഴും. തക്കുണ്ടെല്ലാം പോയി. ഇതേ വീട് തക്കുണ്ടെല്ലാം. ഇവരെല്ലാം തമാശ കളി. അവരെന്നെ ജയിച്ച്. അറിയാൻ കണ്ട ഇത്ര കഷ്ടപ്പെട്ട് വലിക്കുന്നത്. എന്റെ മോനെ സീന് ചെറുതൊന്നല്ല. ഭയങ്കരായിട്ട്. വീണ്ടും ഇവര് തോറ്റ്. അവര് ജയിച്ച്. അവര് തന്നെ ജയിച്ച്. റയാന്റെ ടീം തന്നെ ജയിച്ച്. What is this Sakunda? So bad. I can't. Rayan, you beat us. Good. അടിപൊളി. റയാന്റെ ടീം തന്നെ വീണ്ടും ജയിച്ച്. കൊള്ളാം. ഇവരെല്ലാം നിലത്തെല്ലാം വീഴുന്നു. കോമഡി ആയിട്ടുണ്ട് കേട്ടോ. ചിരിച്ചിട്ട്. ഇവിടെ പലതരത്തിലുള്ള ആക്ടിവിറ്റീസ് ഉണ്ട് കേട്ടോ. നോക്ക് അതാ പാരാസെയിലിങ് അങ്ങനെ കുറെ ഐറ്റംസ് ഉണ്ടാവും കേട്ടോ. ഞാൻ എന്താ വെള്ളത്തിലേക്ക് അങ്ങോട്ട് പോട്ടെ. ഭയങ്കര അടിപൊളിയാണ്. റിലാക്സ് ചെയ്യാൻ അടിപൊളിയായിട്ടുള്ള ഒരു സ്ഥലമാണ് കേട്ടോ. വഴിയിലുള്ള ഏത് ഡോഗിനെ കണ്ടാലും അതിനെ പോയി തൊടും. എന്ത് കഷ്ടാ. എനിക്കെല്ലാം ഇൻഫെക്ഷൻ ആവുമെന്ന് പേടിയാ. He always like this. He touch all dogs. I think he should own all the dogs. Yeah. I think so. Mauritiusലുള്ള എല്ലാ നായ്ക്കളെയും അവനറിയാം. He's going to take all of this. ഇവിടെ ബോട്ടെല്ലാം നിർത്തിയിട്ടുള്ളത്. വെള്ളത്തിലേക്ക് ഇറങ്ങാം. ഇവിടെ പിള്ളേർക്ക് ഇറങ്ങാനുള്ളത്. അപ്പുറം വലിയവർക്ക് ഇറങ്ങാം. നല്ല രസമുണ്ട്. ഞാൻ അങ്ങോട്ട് വെള്ളത്തിലേക്ക് വീണ്ടും ഇറങ്ങാൻ വേണ്ടി പോവാണ്. ഈ കടലിലെ വെള്ളം എന്തെങ്കിലും ഉപ്പ് അതാണ് ഞാൻ ആലോചിക്കുന്നത്. കണ്ണീരിങ്ങനെ ആവുമ്പോ കണ്ണ് തുറക്കാൻ പറ്റില്ല. ഈ കരയും വല്ല ഉപ്പല്ലേ അത് ക്ലിയർ ആവില്ല. അതുപോലെ ഉപ്പുവെള്ളത്തില് ഇതാക്കി കഴിഞ്ഞാൽ ക്ലിയർ ആവും തോന്നുന്നു. കണ്ണ് താവുന്നു. ഇവിടെ കുഞ്ഞു പിള്ളേര് വരെ വെള്ളത്തിലാട്ടാ. She knows swimming? She swim? Okay, good. അവിടെ വരെ അധികം ആഴില്ലാന്ന് തോന്നുന്നു കേട്ടോ. പച്ച കളർ വെള്ളം. എന്ത് രസമാണെന്നറിയോ വെള്ളത്തിലിങ്ങനെ. ഇവിടെ ആഴില്ലാത്തോണ്ട് കുഴപ്പമില്ല. അവിടെ വരെ ഈ ഉപ്പ് കൂടി ഇല്ലായിരുന്നേ കുറച്ചുകൂടെ അടിപൊളിയായത്. ക്യാമറ അവിടെ കൊണ്ടുവെക്കട്ടെ. ക്യാമറ അവിടെ കൊണ്ടുവച്ചിട്ട് ഞാൻ നീന്തട്ടെ. കുറച്ച് നീന്തണം ഇവിടെ. കാരണം തിരമാല അടിക്കുന്നില്ല. പീസ്ഫുൾ ആണ്. അതുകൊണ്ട് ക്യാമറ അവിടെ വെക്കുന്നത്. റയാൻ്റെ അടുത്തും തക്കുൻ്റെ അടുത്തും പറയാണ്ടാ ഞാൻ ഇങ്ങോട്ട് വന്ന്. അവർ എന്നെ അന്വേഷിച്ചാന്ന് തോന്നുന്നു. അങ്ങോട്ടൊക്കെ പോകുന്നുണ്ട്. ഞാൻ പോയി നോക്കട്ടെ. അതോ വീണ്ടും ബിയർ വാങ്ങാൻ വേണ്ടി പോയതാണോ എന്ന് എനിക്കറിയില്ല. ആ സൈഡിലേക്ക് പോയി. അവരവിടെ ആരോട് സംസാരിച്ച് നിന്നപ്പോൾ ഞാൻ പെട്ടെന്ന് ഇങ്ങ് വെള്ളത്തേക്ക് വന്ന് ചാടിയതാണ്. പോയി നോക്കട്ടെ. ഇപ്പൊ വെള്ളം ചെറിയ തണുപ്പുണ്ടായിരുന്നു. നല്ല കാറ്റ്. അപ്പൊ നല്ല തണുക്കുന്നു. കരയിൽ കയറിയപ്പോ തിരിച്ചതാ ബോട്ടിൽ കയറിയിട്ടുണ്ട് കേട്ടോ. പോവാണ്. അതിനുശേഷം അവൻ വീണ്ടും കുറെ കുപ്പി ബിയറെല്ലാം മേടിച്ച് കുടിച്ചിട്ടുണ്ട്. എന്നെ തിരയാൻ പോയ ആ പേരിൽ കുറെ ഇതാക്കി. ഇവരെന്നെ തിരഞ്ഞു നടക്കുമായിരുന്നു. ഞാൻ എടുത്ത് പറയാണ്ട് ആ വെള്ളത്തിൽ ചാടി. പിന്നെ അതിനുശേഷം വീണ്ടും വെള്ളത്തിൽ ചാടി. കാലിലൊക്കെ എന്തോ കോറൽ കൊണ്ട് മുറിഞ്ഞിട്ടൊക്കെ വേദനയാ. ഞാൻ ഫുൾ ടാൻഡാ. ഫുള്ള് കറുത്തിരുണ്ടിരിക്കുന്നു. ഇവരാണെങ്കിൽ ഫുള്ള് ചുമന്നിരിക്കുന്നത്.
കാരണം ഇവൻ സൺബേൺ ആയിട്ട് ഫുള്ള് ടാനും സൺബേൺ ആയിട്ട് ഇങ്ങനെ പൊള്ളുന്നു, നമ്മളെ മേലൊക്കെ പൊള്ളി പോകും. ഈ പോകുന്ന വഴിക്ക് ഇങ്ങനെ കുറെ ആക്ടിവിറ്റീസ് ഉണ്ട് കേട്ടോ. അതെവിടെ കയാക്കിംഗ് ഒക്കെ കാണാം. ഈ കഴിഞ്ഞിട്ടില്ല കേട്ടോ, ഇനി ഒരു വാട്ടർഫാൾ ഉണ്ട്, ആ ഒരു വാട്ടർഫാളും കൂടെ കാണാൻ വേണ്ടി പോകാം. അവിടെ കുറെ കുരങ്ങന്മാരൊക്കെ ഉണ്ട് കേട്ടോ, മൊത്തം കുരങ്ങന്മാരെ കാണാം. ചാടാൻ വേണ്ടി പോകുന്നു വീണ്ടും. This guy is a devil. This guy. Yeah, devil. Yeah, oh, fuck you. He's really mad, you know. You know what he's going to do? Maybe he's going to go there and jump. Jump from there. I know. Yeah, I know. He's going there. I know. He's that is going to do. I told you, he's crazy. You see? Oh. അതിന്റെ മോളിൽ നിന്ന് ചിലപ്പോ ചാടും, അല്ലെ ഇവിടുന്ന് എടുത്ത് ചാടും. നോക്കി, ഇവിടുന്ന് ചാടും അല്ലെ അവിടുന്ന് ചാടും, ഉറപ്പാ. അവിടുന്ന് ചാടി, വീഡിയോ ഓൺ ആക്കണതിന് മുന്നേ ചാടി. അവിടുന്ന് ആട്ടോ ചാടി. ഇത്ര ഹൈറ്റ് ഉണ്ട് ഇത്. ഇവിടുത്തെ റിസ്ക് ആണ്, കാരണം ഇവിടെ ഇങ്ങനെ ഇതുണ്ട്. അവിടുന്ന് അവൻ ചാടി. റിയലി ക്രേസി. നോക്ക്, കിളി പോയവൻ ഒരു കുഴപ്പമില്ല. ഓക്കെ, you're not scared. ഞാൻ ചോദിച്ചു ഇവന്റെ അടുത്ത് ഇത് ഹൈറ്റ് കൂടുതലല്ലേ, അപ്പൊ കഴിഞ്ഞ ദിവസം ചാടിയതിന്റെ അത്രയൊന്നും ഇതില്ല, ഇത് ചെറുതാന്ന് പറയുന്നത്. സമയം ലേറ്റ് ആയെന്ന് പറഞ്ഞിട്ട് അവിടെ അധികം നേരം നിന്നില്ല കേട്ടോ. അതിന്റെ ഇടയിലാണ് അവൻ പെട്ടെന്നെല്ലാം പോയി ചാടിയിട്ട് വന്നത്. ഓ, സമ്മതിച്ചേ പറ്റുള്ളൂ. നമ്മളിതാ തിരിച്ചെത്തിയപ്പോ വിഷമായി. അടിപൊളിയായിരുന്നു. രാവിലെ തൊട്ട് സമയം പോയത് അറിഞ്ഞില്ല. ഇപ്പൊ സമയം ഒരു 4:15 ആയിട്ടുണ്ട്. ഈ ടൈമിലാണ് തിരിച്ചെത്തിയിട്ടുള്ളത് കേട്ടോ. നമുക്കിനി ഡ്രൈവ് ചെയ്ത് നമ്മളെ വീട്ടിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ ഇനി 1.5 മണിക്കൂർ കൂടുതലെടുക്കും. തിരിച്ചു വന്നപ്പോ എന്റെ കാലിലൊന്നും ചെരുപ്പില്ല. എല്ലാവരുടെയും ചെരുപ്പുണ്ട്, എന്റെ മാത്രം ചെരുപ്പില്ല. എന്റെ മോനെ സീന്. ഞാനത് എവിടെയോ കൊണ്ട് കളഞ്ഞ്. എനിക്കറിയില്ല എവിടെയാ വെച്ചേന്നുള്ള കേട്ടാ. ഞാൻ മറന്നു വെച്ചിട്ടുണ്ട്. എല്ലാവരുടെയും ഉണ്ട്. അവിടെ നിന്ന് ഇറങ്ങി തിരിച്ചു പോകുന്ന വഴിയാണ് ഈ കാണുന്നത്. ഇതുവരെ ഈ വഴിയിലൂടെ വന്നിട്ടില്ല. ഫുള്ള് മലയും നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള റോഡും. പിന്നെ ചൂടുണ്ട്, പക്ഷെ എന്നാലും നല്ല കാറ്റടിക്കുന്നുണ്ട്, അതുകൊണ്ട് നമുക്ക് ചൂട് തോന്നില്ല. പിന്നെ കാറിലിരിക്കുമ്പോൾ തീരെയും തോന്നില്ല. ഈ കാണുന്നത് മൊത്തം എന്താ പറയുക, വാഴയും പിന്നെ എന്താ പറയുക ഷുഗർ കെയിനുമാണ്. ഈ ഒരു രാജ്യം മൊത്തം അത് തന്നെയാണ് കേട്ടോ. കണ്ട വാഴ നോക്കുക എന്തോരാന്ന്. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള റോഡ്, നല്ല ക്ലീനും നീറ്റുമാണ്. ഇതാണ് ഈ രാജ്യം മൊത്തം. അല്ലാതെ ഇവിടെ ഇങ്ങനെ കുറേ വില്ലേജസ് അങ്ങനെയൊന്നും ഇല്ല കേട്ടോ. കാണാനുള്ളത് ഇങ്ങനത്തെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ടൂറിസ്റ്റിക് ആയിട്ടുള്ള സ്ഥലങ്ങളും പിന്നെ ഇങ്ങനത്തെ. പിന്നെ പൈനാപ്പിൾ ഉണ്ട് കേട്ടോ. ഈ കാണുന്നതൊക്കെ പൈനാപ്പിളിൻ്റെ കൃഷിയാണ്. ഇവിടെ മെയിനായിട്ട് കരിമ്പ്, പൈനാപ്പിൾ, വാഴ, ഇതൊക്കെയാണ് മെയിനുള്ള കൃഷി. ഇതുവരെ ലൈഫിൽ ഒരാൾ ഡ്രാഗൺ ഫ്രൂട്ട് കഴിച്ചിട്ടില്ല പോലും. അപ്പം ഞാൻ ഡ്രാഗൺ ഫ്രൂട്ട് മേടിച്ച് കഴിച്ചോക്കാന്ന് പറഞ്ഞിട്ട് ഞാൻ കഴിച്ചിട്ടുണ്ട് ഇഷ്ടം പോലെ കേട്ടോ. ഇതുവരെ കഴിച്ചിട്ടില്ല. How many do you want? 2? 2? Yeah, 2? 2? 3 for 200. Okay, take 2. Sorry, 3. 3? Yeah. Okay. 3? That looks good. How you know? You never had in your life and looks good. That one good? Maybe she know better. Okay. Yeah, 200? എല്ലാവരും എന്നെ കാണുമ്പോ മൗറീഷ്യൻ ആണെന്ന് പറയുന്നത്. I look like Mauritian? Mauritian? No, India. എല്ലാരും ഭയങ്കര ഫ്രണ്ട്ലി ആണ്, ഭയങ്കര അടിപൊളി ആൾക്കാരാണ് കേട്ടോ. അടിപൊളി കൺട്രി, ദ ബെസ്റ്റ് പീപ്പിൾ, ബെസ്റ്റ് കൺട്രി. ഓ, യു മേക്ക് എ ട്രാഫിക് നൗ. നാട്ട് റോട്ടിൽ നിർത്തിയിട്ട് പോകുന്ന വയ്ക്കാൻ പറഞ്ഞ മാസി സീന്. ഞാൻ എന്താ ചെരുപ്പൊന്നും ഇല്ലാണ്ടാണ് നടക്കുന്നത് കേട്ടാ, കാരണം ചെരുപ്പ് അവിടെ കൊണ്ട് കളഞ്ഞ്. നമ്മളിതാ തക്കുണ്ടേനെ കൊണ്ടാക്കാൻ വേണ്ടി വന്നതാണ്. അപ്പോ തക്കുണ്ട നാളെ എന്തോ പരിപാടി ഉണ്ട്. സൺഡേ യു ഹാവ് അനദർ പ്രോഗ്രാം. സോ സൺഡേ നാളെ വേറെ പരിപാടി ഉള്ളതുകൊണ്ട് നമ്മളിനി കാണൂല. പിന്നെ ഞാൻ ചൊവ്വാഴ്ച തിരിച്ച് ഇന്ത്യയിലേക്ക് പോവാണ്. അപ്പോ ഓക്കെ തക്കുണ്ട, നൈസ് ടു മീറ്റ് യു. It's really sad to say bye, right? Yeah, it's really sad to say bye, but we have to say bye. Okay. I'll get to see you in the future though. Sure. In India. Thanks for the Maybe time. Yeah. Thank you so much as well. Yeah, Thank sure. you guys. Bye. I'll Yeah. miss you. Maybe See in you. somewhere, or of course we will see again in some other country or somewhere. Of course. Don't worry, she'll take me to India. Okay, bye. See you guys. Bye. നല്ലൊരു റൊമാൻറ്റിക് ഈവനിങ് ആണ് കേട്ടോ. നമുക്ക് നല്ല മഴയൊക്കെ ആയിട്ട് കുറച്ച് കഴിഞ്ഞ് ഈ മഴ ഉണ്ടാവില്ല, അപ്പുറം വെയിലായിരിക്കും.
ഓരോ വെതറും അങ്ങോട്ടും ഇങ്ങോട്ടും പെട്ടെന്ന് മാറിപ്പോ ഇവിടെ. തിരിച്ച് റൂമിലെത്തിയിട്ടുണ്ട് കേട്ടോ. ഒടുക്കത്തെ ടയേർഡാണ്, സംസാരിക്കാൻ തന്നെ പറ്റുന്നില്ല. അപ്പോൾ ഇതാണ് ഞാൻ താമസിക്കുന്നത്. ഇത് എനിക്ക് ആക്ച്വലി തന്നിട്ടുള്ളത് ഫ്ലൈ ലൈൻസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മലയാളീൻ്റെ ഒരു പാക്കേജ് ചെയ്യുന്ന ഒരു കമ്പനി ഉണ്ട്, അവർ തന്നിട്ടുള്ളതാണ്. അപ്പം മൗറീഷ്യസിൽ ആരെയിലൊക്കെ ട്രാവൽ ചെയ്യാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ അവരെ കോൺടാക്റ്റ് ഡീറ്റെയിൽസ് ഞാൻ കൊടുക്കാം. എന്താവശ്യം ഉണ്ടെങ്കിലും ഇൻഫോർമേഷൻസിനാണെങ്കിലും അല്ലെങ്കിൽ പാക്കേജ് ഡീറ്റെയിൽസ് അറിയണമെന്നുണ്ടെങ്കിലും അപ്പോൾ ഞാനിവിടെ ഡീറ്റെയിൽസ് കൊടുക്കാം. അപ്പോൾ ഇവിടെ വാഷ്റൂമും എല്ലാം ഉണ്ട്. ഞാനിവിടെ ഒറ്റയ്ക്കാണ് താമസിക്കുന്നത്, ഇവിടെ ആരുമില്ല. കഴിഞ്ഞ ദിവസമെല്ലാം അവരെല്ലാവരും ഇവിടെ തന്നെ താമസിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. കാരണം ഇവിടുന്ന് പോകാൻ വേണ്ടിയിട്ട് ഒരുമിച്ച് കണ്ടോ ഇതാ ഇവിടെ റൂം ഭയങ്കര ചൂടാണ്. അപ്പോൾ ഞാൻ വന്നതും ആദ്യം ഞാൻ AC ആണ് ഓണാക്കിയത്. കണ്ടോ ഇവിടെ ഒരു റൂമുണ്ട്, പിന്നെ അതെ ഇവിടെ ഒരു റൂമുണ്ട്. ഇവിടെ ഓൾറെഡി ഇങ്ങനെ ഇവിടെ കുട്ടികളൊക്കെ ആയിട്ട് വരുന്ന സമയത്താണെങ്കിൽ സെപ്പറേറ്റ് അങ്ങനെ ബെഡ് കൊടുക്കുന്ന AC മസ്റ്റാണ് ഇവിടെ ചൂട് കാരണം. സോ ഇവിടെ ഒരു റൂമുണ്ട്. അപ്പോൾ ഞാനിതാ ഇനി ഇവിടെ നിന്ന് ജസ്റ്റ് എന്തെങ്കിലും ഫുഡൊക്കെ കഴിക്കണം. ഫുഡൊക്കെ കഴിച്ചിട്ട് ഉറങ്ങണം, അങ്ങനെയാണ് വിചാരിക്കുന്നത്. നല്ല ടയർഡാണ്, സംസാരിക്കാൻ പറ്റില്ല. മുകളിൽ എൻ്റെ കണ്ടറിയാം നല്ല കറുത്ത് കരിവാളിച്ച് കയ്യിലൊക്കെ എന്തോ മുറിയൊക്കെ കാണുന്നുണ്ട്. എവിടേക്കോ ആ കോറൽസ് എല്ലാം വന്ന് തട്ടിയിട്ടാന്ന് തോന്നുന്നു. എന്താ സംഭവം ഒന്നും അറിയില്ല. സോ ഈ വീഡിയോ ഞാൻ ഇവിടെ വെച്ച് അവസാനിപ്പിക്കാൻ പോവാണ്. നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നവരെ ബൈ ബൈ.